ഹലോ ഗൈസ്, അപ്പോൾ ഫിക്സ് വർഗാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ലോക്കി റോബ്സിൻ്റെ പുതിയ പാർട്ടായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ഫേസ് കാണുന്നവരിപ്പോൾ ശരിക്കും കണ്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ഗൈസ്, ഇപ്പോൾ ഇതാ നമ്മളിവിടെ കുറച്ച് ചേഞ്ചൊക്കെ എത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ഹൗസ് ഇത് ഇവിടെ ഇത്ര ഈ സൈഡിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു ട്രീ ഉണ്ടായിരുന്നു ഗൈസ്, അപ്പോൾ അതും വെട്ടി മാറ്റി. കാടുകളൊക്കെ ഉണ്ട്, ഇതിനെ പെട്ടെന്ന് കീറും. അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ സംഭവം അതാ പണി കഴിഞ്ഞിട്ടുണ്ട്. 10 ബ്ലോക്ക് കറക്റ്റായിട്ട് എണ്ണി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബേസ് ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ വേറൊരു സാധനം കൂടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പൊക്കെ സെറ്റാക്കാൻ വേണ്ടി കുറച്ച് പണികൾ ചെയ്യേണ്ടതുണ്ട് ഗൈസ്. ഫസ്റ്റ് തന്നെ നമ്മുടെ പഴയ ബേസിലേക്ക് പോകും ഗൈസ്. പഴയ ബേസിലേക്ക് പോയാൽ ബ്ലോക്സിൽ തപ്പാൻ ഗൈസ് മരങ്ങളാണ് ഗൈസ്. വുഡ്സാണ് നമുക്ക് വേണ്ടത്. നമ്മൾക്ക് ആവശ്യത്തിലധികം വുഡ്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ 2 സ്റ്റേക്ക് വുഡ്സ് എടുക്കുക, തീസാനെ ഇവിടെ തന്നെ വെക്കുക ഗൈസ്. ഇനി ക്രാഫ്റ്റിംഗ് ടേബിളിലേക്ക് പോവുക ഗൈസ്. കുറച്ചധികം ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എന്തിനാണെന്നുള്ളത് ഈ വീഡിയോ തന്നെ ഞാൻ പറയുന്നതാണ്. ഞങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സംഭവമാണ് ഗൈസ് ഇത്. അപ്പോൾ വേണ്ടവർക്ക് വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഗൈസ്. ഇപ്പം നമുക്കിനി ഇതാ 3-4 ഗൈസ് നമുക്കിനി നിരത്തി ഉണ്ടാക്കി കൊടുക്കുക ഗൈസ്. നമ്മുടെ സാധനങ്ങൾ തീരുന്നവരെ ഉണ്ടാക്കി കൊടുക്കാം. സാധനം തീർന്നിട്ടുണ്ട്, ഇനി ബാക്കിയിൽ എവിടെ വെച്ചേക്കാം. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സാധനം വെറും ഇത്രയും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാണ് 16 സ്റ്റാക്കാക്കാൻ പറ്റും. അതിൽ കുഴപ്പമില്ല. ഇനി ഒരു ബുക്സ്, ചെസ്റ്റ് ബുക്സ്. ഓക്കെ, ചെസ്റ്റ് ബുക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ഹൗസിൽ പോകും. ഇന്നത്തെ പണി എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് നമുക്ക് ഓടാം ഗൈസ്. പക്ഷേ ഹെൽത്തില്ല ഗൈസ്. ഇപ്പോൾ ഇതവിടെ വെച്ചിട്ട് വേണം ഒന്ന് ചത്തിട്ട് ഹെൽത്ത് ഉണ്ടാക്കാം. ഫുഡ് കഴിച്ചുണ്ടാക്കാന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഫുഡില്ല ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെയുള്ള ഈ വെച്ചവരമലായിട്ട് നിങ്ങൾക്കൊരു അവസരം തരാണ്. ഇത് തന്നെ ഈ സാധനം ഇവിടെ വെച്ചേക്കാം. റിലാക്സിലാക്കൊണ്ട് പണിയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ ഒരു ചുമരുണ്ട്. വേറെ സാധനം നമ്മളിതായി അത് സ്റ്റാക്കാക്കി വെക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഞാനൊരു പുതിയ സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പേര് ഞാൻ ഇവിടെ ഇങ്ങനെ നിരത്തി എഴുതുന്നതാണ് ഗൈസ്. സാധനങ്ങൾ ഇതൊന്നും പോരാ, നിങ്ങൾ പേര് തരുന്നതിനനുസരിച്ച് ഞാൻ നിരത്തി എഴുതും ഗൈസ്. ഇവിടെ നമ്മളിങ്ങനെ നിരത്തി എഴുതണം ഗൈസ് പേര്. പിന്നെ ഈ ഒരു ചുവൻ്റെ ഭാഗത്ത് എനിക്കുണ്ടാവുക. ഈ വേണ്ടി നമുക്കിത് ഈ ഒരു സ്ഥലം മൊത്തമായിട്ട് ഏകദേശം ഈ ഒരു സ്ഥലം മൊത്തമായിട്ട് അതിന് വേണ്ടി നമുക്ക് സെറ്റാക്കണം. ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് നമ്മൾ വുഡിൻ്റെ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ആ വുഡിൻ്റെ വർക്കിലേക്ക് തന്നെ കിടക്കാം. ഇവന്മാർ ഇതുവരെയായിട്ടും ഒന്നുമായിട്ട് അതിൻ്റെ സോംബീസ് ഇല്ല. കുറേ പശുവൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ സെറ്റപ്പാണ്. ഓക്കെ, മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പരസ്യമാണ് ഗൈസ്. ഓക്കെ, ചിക്കൻ കിട്ടിയിട്ടുണ്ട്, മീറ്റ് കിട്ടിയിട്ടുണ്ട്. ചോറെടുക്കുക. പക്ഷേ നമുക്ക് അതിനകത്തുള്ള മുഴുവൻ ഫുഡ് ആവശ്യമുണ്ട്. എന്തായാലും ആവശ്യമുണ്ട്. അത്രയൊക്കെ പണിയുണ്ട്. നമ്മുടെ ലൈഫ് 2 ഓടുന്നുള്ളൂ. കോഴിക്കോട്ടിൽ ഞാൻ കയറുന്നില്ല ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ മുട്ട ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം നമ്മളിവിടെ ബ്ലോക്ക് നിറച്ച് എടുക്കാതെ ചിലപ്പോൾ ഡേറ്റ ആവശ്യം വന്നേക്കാം. അപ്പം നമുക്കിനി ഇതിനകത്തുള്ള ഫുഡ് മൊത്തം എടുത്തിട്ട് അവിടേക്ക് പോകാം ഗൈസ്. അപ്പം എല്ലാ സ്ഥലത്തെത്തിയിട്ട് ഇനി നമ്മളെ പ്ലാൻ പറഞ്ഞത് ഗൈസ്. പക്ഷെ തന്നെ നമുക്കൊരു ചെസ്റ്റ് ബോക്സ് വേണം. എന്തിനാണെന്നുള്ളത് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ട് പറയാം ഗൈസ്. ഇതിലൂടെ ഞാൻ വെച്ചേക്കാം. ഇപ്പോൾ ദൂരം ആവശ്യമുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഈ ഒരു സ്ഥലത്ത് കറക്റ്റില്ല, ഈ ഒരു സ്ഥലത്ത് ഫുള്ളായിട്ട് ഇവിടെ ഒരു ഇതാക്കാണ് സെറ്റ്. ഓക്കെ,
ഫുൾ നമ്മൾ ഇവിടെ ആയിട്ട് ടൂറ് ഓക്കെ ജസ്റ്റ് നടുവിലാണ് ടൂറ് അവിടെ ലാസ്റ്റ് പിടിപ്പിക്കുന്ന വിചാരിച്ചു ഇവിടെ വെച്ച് എനിക്കിത് ഇവിടെ ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഫിൽ ചെയ്ത് ഇവിടെ ഒരു മതിൽ പോലെ ഹൈറ്റിൽ ആക്കിയിട്ട് കാണിച്ചു തരാം കൈസ്. കൈസ് അപ്പോൾ ഫൈനലി നമ്മുടെ മതിലുക ഫുള്ളായിട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ ഈ കോണിൻ്റെ സൈഡിലാണ് സെറ്റ് ആക്കുന്നത്. നമുക്കിവിടെ 2 ഡോർ വെക്കണം. ഇവിടെ മേലെ നല്ലത് ചാടി വന്നിട്ട് ഡോറൊക്കെ കേട്ടോ. 2 ഡോറോ ബാക്കിയുള്ള സാധനത്തിൽ എൻ്റെ ഫുഡ് എത്ര അടുത്ത് അത്രയും സാധനം അത്രയും വലിയതാണ്. അതിൻ്റെ വലിപ്പം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രയും വലിയ ഹൈറ്റിലാണ് സാധനങ്ങൾ. എന്താണ് ചെയ്യേണ്ടത് നടക്കുക ഗൈസ്. രാവിലെ വന്നിട്ട് ചെയ്യാൻ കഴിയും ചില പ്രശ്നമാണ്. ഇപ്പോൾ ഗൈസ് ഇനി ഞാൻ ഫുഡ് ചെയ്യുന്നില്ല. നമ്മൾ വേറെ ഡേർട്ടിൻ്റെ വേറെ സാധനം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് സൈഡിൽ ബ്ലൂല ഗൈസ്. ഇവിടെ ഇത് അപ്പോൾ നമുക്ക് സേഫായിട്ട് ഇങ്ങനെ കരം ഇവിടെ ബാക്ചറുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മുകളിലായിട്ടുണ്ടാവും നമുക്കിത് ഇവിടെ മോയ്സ്ചറിനൊന്നും നമുക്ക് കാണുന്നില്ല. നമ്മൾ കറണ്ടില്ല ഇവിടെ മോയ്സ്ചറിനാണ് പറയുന്നത്. ഉറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ മോയ്സ്ചറൊന്നും കാണുന്നില്ല. ഇവിടെ മോയ്സ്ചർ ഉണ്ടോന്നാണ്. ഓ കണ്ടു മരത്തുമല്ലൊരു സ്പൈഡർമാൻ ഉണ്ട്. നേരം കുറച്ച് ഹൈറ്റിലാണ്. ഭാഗ്യം അങ്ങനെ ഇങ്ങോട്ട് വന്ന പണിയാ ചാടി വരുന്ന തോന്നുന്നു. ഓ സ്റ്റെപ്പിറങ്ങി വരുന്നു. ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നു അതിന്. ഓ ബുദ്ധിയുണ്ട്. രാവിലെ ശരിക്കും ഒരു മോയ്സ്ചറിയാണ്. ഇനി അടുത്ത മോയ്സ്ചറിൽ കൊല്ലണം. അതിൻ്റെ ഇടക്ക് വേറെ എന്തെങ്കിലും അതിൻ്റെ അങ്ങനത്തെ ഈ പണിയൊക്കെ കിടക്കുന്നത്. ഇങ്ങനെ കൊള്ളാം. സമാധാനമായിട്ട് കിടന്നു പറഞ്ഞാണ്. ഗൈസ് രാവിലെയുണ്ട്. നമുക്കിനി ബാക്കി പണിയെടുക്കാൻ കഴിച്ചു. ബാക്കി പണിയൊക്കെ ഒന്നുകൂടി പൈപ്പ് വരപ്പോൾ കുറച്ചുകൂടി സാധനം എടുക്കാണ്ട് ഗൈസ്. ഏകദേശം നമുക്ക് ഈ സ്ഥലം മൊത്തമായിട്ടൊന്ന് പവറാക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ഓടാൻ പറ്റുന്നില്ല. ഐസ് തീരെ ചിക്കൻ തീരെയില്ല. ഏറ്റവും സേഫ് മച്ചാത്തിട്ട് പൈസ ഈ കാണുന്ന മൊത്തം ബ്ലോക്ക് വെച്ചാണ് നമ്മൾ പണിയാൻ പോകുന്നത്. പൈസ ഒരു കാര്യം പറയാൻ പറ്റൂ. ഞാൻ ആ സ്ഥലത്ത് മുമ്പ് വേറെ ബിൽഡ് ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ ആ ബിൽഡിന് തീരെ ഗുണമില്ലാത്തതുകൊണ്ട് ആ ബിൽഡ് പൊളിച്ചിട്ട് അവിടെ എൻട്രവ് ഉണ്ടാക്കിയതാണ് ഞാൻ. അണ്ടർഗ്രൗണ്ടിൻ്റെ മേലെ എന്തെങ്കിലും അതാണ് പണി.
ചത്തിട്ട് വരും ഗൈസ്. ഇവിടെ പേരുണ്ട്. പിന്നെ പെട്ടെന്ന് കണ്ടിട്ട് ഇനി ഒന്ന് നമുക്ക് വാട്ടർ എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. വെള്ളം എക്സ്പ്ലോർ ചെയ്യാം. ഓ, അടി ഭയങ്കര താഴ്ചയാണ് ഗൈസ്. ഇപ്പോഴാണ് അടിയിലെത്തിയത്. അടിയാണ് ഗൈസ്. നമുക്ക് പൊന്താം ഈ സാധനക്ക്. ഓക്കെ, പോയി. ഓക്കെ, നമ്മൾ ഇവിടെയാണ് എത്തിയത്. അക്കരെ മാറും. ഇവിടെ നിന്ന് ചത്തം. ഇനിയിപ്പോൾ നമുക്ക് വീട് വരെ നടക്കണം ഗൈസ്. ഓ, വലിയൊരു സാധനം. ഇതിനാണ് ആകെ പൊരിയുന്നത്. പൊരിച്ചുകൊണ്ട് ഇവിടെ എത്താൻ നമ്മുടെ ബേസ് ശബ്ദം കുറവാണെന്ന് പറയണം. എനിക്കത് കേസ് നമുക്ക് ഇനി ഈ മൊത്തം സാധനം കൊണ്ടുപോകും. മൊത്തം കൊണ്ട് പണി നമുക്ക് ഇനി മൊത്തം എടുക്കാൻ പോകും ഗൈസ്. ലോക്കി ഓഫിലെ മെയിൻ പ്രശ്നം വെച്ചാൽ ഇതിനകത്ത് കുറച്ച് കുറച്ചായിട്ട് എടുക്കണമെങ്കിൽ പകുതി നെക്കി പിടിക്കുന്ന പരിപാടിയാണ്. ഇതുപോലെയാണ് നടക്കും. അത് ഫുള്ള് നമുക്ക് റിയൽ മൈൻക്രാഫ്റ്റ് പോലെ ഒരു സാധനം നമുക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്. അത് ലോക്കി ക്രാഫ്റ്റിലെ ഒരു മെയിൻ പ്രശ്നമാണ്. ഒരു സ്കെൽറ്റൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ ആ ഒരു ബിൽഡിന് വേണ്ടി ഇത്ര കാലം കല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അത്ര വലിയ ബിൽഡായിരുന്നു അത്. ഞാൻ കഷ്ടപ്പെട്ട് അതിനെ പൊളിച്ചുകൊണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഡേർട്ട് തന്നെയാണ്. പിന്നെ ഗൈസ് ആരും മറക്കരുത്, നമ്മുടെ ആ ഒരു ഭിത്തിയിൽ നിങ്ങളൊക്കെ പേര് എഴുതി വെക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പേര് കമൻറ്റ് ചെയ്യണം ഗൈസ്. എല്ലാവരും നമ്മുടെ പേര് കമൻറ്റ് ഗൈസ്. അടുത്ത വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് പേര് അതിനകത്ത് ഇടുന്നതാണ് ഗൈസ്. ഇതൊന്നും പോരാന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. പൈസ നമ്മളൊക്കെ കുറച്ച് ആയതാണ്. ഉപകാരമില്ല. ഉപകാരമുണ്ട്. തൈര് കാണില്ല. ഒരു ഓക്കെ, ആക്സെപ്റ്റ്. ടാക്സ് നമുക്ക് എന്തായാലും ആവശ്യമില്ല ഗൈസ്. കാരണം നമുക്ക് ഒരുപാട് പണിയുണ്ടാവും. എന്തായാലും ബ്ലോക്ക് മാറി വയ്ക്കുന്നു. അപ്പോൾ അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടോ ഗൈസ്. സാധനം ഫുള്ളെടുത്തിട്ടുണ്ട്. ടാക്സ് എടുത്തിട്ടുണ്ട്. മറ്റേ അപ്പുറത്ത് മറ്റേ പീസ് എടുക്കുക ഗൈസ്. അവസാനം മുകളിലായതുകൊണ്ടാണ് എൻ്റെ മെയിൻ പ്രശ്നം. മുകളിലൊക്കെ കാര്യം നട്ടത്. അല്ലെങ്കിൽ അടിയിൽ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ നിലത്ത് വെച്ചിട്ടുണ്ടാകും കുറച്ചുകൂടി ഉപകാരമായിരുന്നു. ഈ സാധനം മേലെ കൊണ്ടാണ് പനിച്ച് പോത്രേ. നമ്മളെ ഗൈസ് ആയുധമൊക്കെ ഉള്ളത് ഡാക്സൊക്കെ ഏകദേശം ബാക്കിയുള്ള കുറേ ആയുധങ്ങളാണുള്ളത്. ഓക്കെ, മറ്റുള്ള ആയുധം റിലാക്സ് ഫുൾ അവിടെ പണിയിരിക്കും ഗൈസ്. ഈ ഒരു സാധനം മറന്നു നോക്കി. ഓക്കെ, ഇനി ഗൈസ് ഇവിടെ ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഒരു ചെറിയ റൂം ആണ് വൈസ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കും തന്നെ നോക്കട്ടെ. 1 2 3 4 5 1 2 3 4 5 6 6
6 ബ്ലോക്ക് ദിവസമാണ്. ഓക്കെ, 2 ഡോറിന് സെറ്റപ്പ്. നമ്മളെ റൂമാണ് ആക്കാം. പക്ഷേ ഒരു റൂമുകളെല്ലാം സെറ്റപ്പ് ആകാൻ ഇതൊക്കെ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഡോറ് പെട്ടെന്ന് ആക്കണം, അല്ല പണി. അവിടെ മുമ്പ് ഒരു ഡോർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതവിടെ മണ്ടത്തരം ചെയ്തോന്നൊരു സംശയം. മരങ്ങളൊക്കെ തിരിച്ചുകൊണ്ട് വെച്ചു. ആ ഡോർ മാത്രം ഇവിടെ വെച്ചിട്ട് കളവ് വെക്കാം. നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വരുമെന്ന് സംശയമുണ്ട്. അടിയിലാണ് ഈ ഒരു സാധനം നമ്മൾ പൊക്കുമ്പോഴൊക്കെ നമ്മുടെ ഏകദേശം ബ്ലോക്ക് അത്രക്കും ഹൈറ്റ് വേണ്ട നിൽപ്പാണൊക്കെ തോന്നും. അത്ര ഹൈറ്റ് ആണെങ്കിലും ഭയങ്കരമായിട്ട് തോന്നും, ഭയങ്കരമായിട്ട് ബ്ലോക്ക് പോകും. ഞാനിപ്പോൾ ഉണ്ടാകുന്ന റൂം എന്തിനാണെന്നല്ല എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല, ചുമ്മാ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ആ റൂമിലെ എല്ലാവരും ആൾക്കാർ എല്ലാവരും കമൻറ്റ് ചെയ്യുക, എല്ലാവരും പേര് വരുന്നതാണ്. ഏകദേശം മുളത്തി സാധനം ഇങ്ങനെയായിട്ട്. ഇപ്പോൾ ഇവിടെ റൂമ്, ഇവിടെ നമ്മൾ എല്ലാവരും നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യാൻ ഇതാണ് സെറ്റപ്പ്. ഇനി വേറെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ റൂം, ഇത് മെയിൻ ഹാള് ഗൈസ്. നമുക്കിനി അപ്പുറത്തേക്ക് സിമ്പിൾ വയ്ക്കാം. ഇതിൽ നിന്ന് ചാടിയാൽ ചാവും ചാവാതിരിക്കണം, പിടിച്ച് ചാവും. 3-4 ലൈഫാണ് ഗൈസ് കൊണ്ട് ചാടിയപ്പോൾ. ഭയങ്കര ഹൈറ്റാണെന്ന് തോന്നുന്നു. സേഫ്റ്റിക്ക് കുറച്ച് ബ്ലോക്കാണ് വെച്ചിട്ട് ആദ്യത്തെ എൻ്റെ ഫുൾ ബ്ലോക്ക് തീരുകയാണ്. നമ്മളെ കയ്യിൽ ഇത്ര ബ്ലോക്ക് മാത്രമാണ് തരുന്നത്. അത്യാവശ്യം ബ്ലോക്ക് നമ്മളെ കയ്യിലുണ്ട് ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ബോർഡറിൽ നിന്നും ഈ ഒരു സാധനം നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഇപ്പോൾ ഈ ഒരു സാധനം ബേസ് ഉണ്ടാക്കിയതിന് ശേഷം ബേസിൻ്റെ മേലൊരു ബിൽഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബോർഡർ നോക്കിക്കഴിഞ്ഞാൽ അതൊരു കിടില ലുക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഈ സാധനം വേണ്ടുന്നുണ്ട്. ഈ ഒരു സാൻഡിൻ്റെ ഈ മോഡൽ ബ്ലോക്ക് വേണ്ടുന്നുണ്ട്. പിന്നെ ഗൈസ് ഇപ്പോൾ ഈ ഒരു സാധനം ഉണ്ടോ, ഈ ഒരു സാധനം ഒരു വേറൊരു ഐറ്റാണ്, കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. എൻ്റെ 2 മീറ്റ് ഉണ്ട്. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത്. ബോക്സ് കയ്യിൽ ഗൈസ് മീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഗൈസ് ഇത് ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ തന്നെ ഈ ഫോണിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇപ്പുറത്തേക്ക് ഈ ഒരു മെയിൻ ഹാളിലേക്ക് ഒരു ഡോറ് തുറന്ന് വരുന്ന ഒരു സെറ്റപ്പ് വിചാരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഗൈസ്. നമുക്ക് ഉറങ്ങിയിട്ട് വരാം. ഗൈസ് അപ്പോൾ നമ്മുടെ ഒരു തോട്ടമുണ്ട്. പിന്നെ തോട്ടത്തിൽ പോയി ഒന്ന് സന്തോഷിച്ചിട്ട് വരും ഗൈസ്. അതായത് ആ പണിയൊക്കെ ഒരു ബൈക്കായിട്ടിട്ട് ഗൈസ്. നല്ല സ്വർണ്ണ വിള, പക്ഷെ അവിടെ ഒരു സ്കെൽട്ടൻ വിള ഉണ്ട് ഗൈസ്. സ്കെൽട്ടൻ ഇതിനുള്ളിലൂടെ നമ്മളെ നോക്കുന്നുണ്ട് കണ്ട് ഇപ്പോഴത്തെ സൈഡിൽ കൂടി പോയിട്ട് അവൻ അടിച്ചിടും ഗൈസ്. അല്ലെങ്കിൽ എനിക്ക് അവിടെ സ്വർണ്ണ വിള എടുക്കാൻ പറ്റും ഗൈസ്. പുറത്തേക്ക്
അങ്ങനെ കയറി പോകണം കൈ. മെയിൻ പ്രശ്നം ആപ്ലിക്കേഷൻ കഴിച്ചിട്ടുണ്ട്, മെയിൻ പ്രശ്നം. സ്കെൽട്ടൺ അവിടെയാണുള്ളത്. അത് ഈ വശത്ത് കൂടി മെല്ലെ നൈസിലിരിക്കുക. പക്ഷെ എന്നാലും സ്കെൽട്ടൺ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം സ്കെൽട്ടനെ കാണുന്നില്ല. ഓക്കെ, നൈസിൽ സ്കെൽട്ടൻ ഇവിടെ ഉണ്ട്. ഓക്കെ, നൈസിൽ ഇവിടെ കൂടി പോകും. സ്കെൽട്ടൻ കാണുന്നില്ല. ഓക്കെ, ഒന്ന് ടാർഗറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങോട്ടൊന്ന് ഞടിക്കാൻ പണിയാണ്. ഓക്കെ, ഓക്കെ, ലെവൻ്റെ ഈ സാധനം കൂടെ എടുത്തിട്ട് നോക്കാറ് തൈര്. ഓക്കെ, എടുത്തെടുത്ത് ആ സാധനം കൊണ്ട് ഉപകാരം ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഒരു ലെവലിൻ്റെ ഈ സാധനം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഈ ഉപകാരം ഞാൻ ഇപ്പം കളിച്ചു തരാം. പക്ഷെ നമുക്ക് അതിന് ഫസ്റ്റ് തന്നെ ഇവിടെ കൈ എടുക്കാം. കൈയിട്ട് പിന്നെ ശകലമാണോ അതിൻ്റെ പവർ എത്ര നോക്കട്ടെ. അവസാനം ലാൻഡ് ഫുള്ളായിട്ട് നോക്കിയിട്ട് മെയിൻ പ്രശ്നം ചിലപ്പോഴൊക്കെ ചെടി മണ്ണ് മാറുകയും മണ്ണ് ലൂസാകാൻ മാറും. പിന്നെ ചെടി നടാൻ പറ്റില്ല. ഒരു മെയിൻ പ്രശ്നമാണ്. പിന്നെ ആ മണ്ണ് മൊത്തമായിട്ട് പൊളിച്ചിട്ട് പുതിയ മണ്ണ് വെച്ചിട്ട് വന്നു. നമുക്ക് ഇതുപോലുണ്ട് പെട്ടെന്ന് ലെവലിൻ്റെ പവർ വെച്ചിരുന്നു. അതിൻ്റെ പവർ വെച്ചാൽ ഈ ഒരു സാധനം ചെടികളിങ്ങനെ വളർത്താൻ പറ്റില്ല. അതുകൊണ്ട് ആ ചെടി സെറ്റായിട്ട് ഒരു ലെവലിൻ്റെ പണിക്ക് 3 പോയിട്ട് വെള്ളം തയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ചെടി ചേർക്കുന്ന മെയിൻ പ്രശ്നം വെച്ചാൽ മണ്ണ് പോകുന്നത്. കൃഷി ഇത്ര നോക്കിയിട്ടില്ല. മറ്റൊന്ന് ഒട്ടിരിക്കലായിട്ടാണ് ഞാൻ കൃഷി പൊട്ടിട്ടുള്ളത്. എനിക്ക് ഫോട്ടോഗ്രാഫി മൾട്ടിപ്ലറായിട്ട് പറ്റും. ചെറിയൊരെണ്ണം പെട്ടെന്ന് കിട്ടുന്ന വളരാൻ തുടങ്ങിയിട്ടുണ്ട് ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കൊണ്ട് മീറ്റൊക്കെ അല്ല ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിലൊക്കെ നമുക്ക് നമ്മളെ ജസ്റ്റ് കൊണ്ടുവെക്കാം. ഇങ്ങനത്തെ സാധനമൊക്കെ അവിടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും നമുക്ക് കോഴിക്കോട്ടിലൊന്ന് കയറണം ഗൈസ്. കോഴിക്കോട് നിന്നാണെന്നാണ് എൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തായാലും കോഴിക്കോട് ഉണ്ടോ എന്നിട്ട് സംശയമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് എവിടെയെന്ന് നോക്കാം. കാര്യമൊക്കെ ഗൈസ്. പക്ഷെ മേലെ നിന്ന് നോക്കാം. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് കാണില്ല. ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, കോഴിക്കോട് വഴി തന്നെയാണ്. ഇങ്ങനെയാണ് സ്ഥലത്ത് തമ്മിലൊക്കെ ഉണ്ടായിരുന്നു. സൗണ്ട് കിട്ടും. സ്ഥലത്തിനെ കാണാം.
ഓക്കെ, ഒരു മുട്ട കിട്ടിയിട്ടുണ്ട്. അത് ഇതാണല്ലോ എന്നാണ് തോന്നുന്നത്. കിട്ടിയ തീറ്റ കൊടുത്താലോ എന്നൊരു പോയി വർദ്ധിക്കുകയായിരുന്നു. ആ കിട്ടിയ സാധനം മുട്ടയുടെ കൊണ്ട് വെച്ചിട്ട് എൻ്റെ സീഡ് എടുത്ത് അതുകൊണ്ട് ഒരു പേരുണ്ട് നോക്കട്ടെ. മുട്ട വെക്കാം. സീഡിൻ്റെ പേര് ഒക്കെ ഒന്ന് കൈ സീഡ്സ് എന്നാണ് ഇത്. സീഡ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഒറ്റ സീഡെടുത്ത സീഡുണ്ടോ? സീഡ്സ് തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ നെയിം തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഒരു മരത്തിൻ്റെ സോണാപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. മരത്തിൻ്റെ സോണാപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ആപ്പിൾ. ഇതിന് ഒക്കെ എന്നാണ് നമുക്കിനി ഈ സാധനം മൊത്തമായിട്ട് കോഴി കൊടുക്കാം. ക്യാരറ്റ് മതം പിടിച്ച് കയറി കഴിഞ്ഞാൽ കോഴി നമ്മൾ പിന്നെ പൈസ ഇങ്ങനെ പിടിക്കുക. ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുക്കുക. കൊടുക്കുക ഇതിന് കൊടുക്കുക, പിന്നെ ഇതിന് കൊടുക്കുക, ഇതിന് കൊടുക്കുക. ഓരോന്നും കിട്ടും വയസ്സ്. ഇതിന് കൊടുക്കുക, ചെറിയ മാർക്ക് കൊടുക്കാം. ചെറിയ മാർക്ക് കൊടുക്കാം. 1 2 3 കുട്ടികളെന്നുകൊണ്ടാണ് ഉണ്ടായത്. നിങ്ങൾക്ക് തരാൻ പറ്റില്ല മക്കളെ. മാർക്ക് ഇതാണ് വയ്യെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വൈക്ക് തുള്ളിച്ചെടി കളിക്കണത്. ചിലപ്പോൾ ഒക്കെ കോഴികളിങ്ങനെ വരാറുണ്ട്, ചാടിപ്പോകാറുണ്ട്. കോഴിയാണ് പോകുന്നത്. അതിനകത്തുള്ള പശു ചാടിപ്പോയത് ഇല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് കളിച്ചു കൊടുക്കണം. ഇത്രയുള്ള സംഭവം. ഞങ്ങൾക്ക് ആ ബോർഡറിൻ്റെ അപ്പുറം പോയിട്ട് കുറച്ച് സാധനങ്ങൾ ചെയ്യാണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടും തോന്നില്ല. ഒരു ആപ്പിൾ, ഒരു മുട്ട, ചിക്കൻ. അപ്പോൾ നമുക്കൊരു ബോർഡർ എന്ന് വെച്ചുള്ളത് പൈസ അവിടെ ഡാമും ജീവിയുടെ പിടിക്കാം. ആ ബോർഡർ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് കാണാം. മെയിനായിട്ട് സാധനത്തിലുള്ള ഒറ്റ പ്രശ്നമാണ് ഇതിനകത്ത് ഇങ്ങനെ ഇടക്കിടക്ക് ഒരു സാധനം പരസ്യം പോലത്തെ. അതൊരു മെയിൻ പ്രശ്നമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ സാധനം ഏകദേശം സെറ്റായിട്ട് പവറായിട്ട് നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു വീടിൻ്റെ പ്ലാനൊക്കെ പോലെ എനിക്ക് ഒരു സൈഡ് തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ബാക്കി സൈഡ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം ഫോണിൻ്റെ അവിടെ നിന്നുള്ളൊരു സാധനം. അതപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്, കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാവുന്ന ഐഡിയകൾ പറയുക. ഇവിടെയാണ് നമ്മുടെ സ്ഥലം. ഗൈസ് നമ്മൾ പവറായിട്ട് സ്റ്റെപ്പ് കയറി നമ്മുടെ സ്ഥലം ഗൈസ്. ഓക്കെ, പവർ ഫുൾ 8 ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്, ഫുൾ സെറ്റപ്പ് ഉണ്ട് ഗൈസ്. പക്ഷെ ഇതിൽ കൂടി ജീവികളൊന്നും കാര്യമില്ല തോന്നുന്നു. ഗൈസ് ഈ പരിസരത്ത് നാട് പോയിട്ടൊരു സാധനം കാണുന്നില്ല. ഇവിടെ നാട് പോയിട്ടൊരു സാധനമില്ല ഗൈസ്. ഇതിട്ടാണ്ട് നിൽക്കണ്ടേ, അധികം ദൂരെ പോകുന്നതാണ് സേഫില്ല. ഗൈസ് ഇവിടെ നിന്ന് ഒരു സുഖം ആപ്ലിക്കേഷൻ. ഇവിടെ ഒരു ഗുഹ ഉണ്ട് ഗൈസ്. ഗുഹ കൂടി കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേറെ സ്ഥലം ഭാവി കൊളാക്കാം. എല്ലാം പിടിച്ച് നമ്മൾ പലതും. ഓക്കെ, നമുക്കിനി പോകാം ഗൈസ്. ഗൈസ് നമ്മൾ ഈ ഒരു സാധനം ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ഈ ഒരു സംഭവം. ഒരു പവറായിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഈ ഒരു ഡോറിന് ഹൈറ്റ് വേണമെന്നൊരു സംശയമുണ്ട്. പൊട്ടിച്ചാലും മതിയില്ലേ? ഈ ഹൈറ്റ് വന്ന പവറാവുന്നൊരു സംശയം ഗൈസ്. നമുക്കൊന്ന് പൊട്ടി നോക്കാം. ഈ സാധനത്തിൽ ഭയങ്കര ഉറപ്പായാണ്. അത് പെട്ടെന്ന് പൊട്ടുന്ന കേരളം സാമൊക്കെ കഴിക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടി രസമുണ്ട്. ഹൈറ്റ് കൂടി ഇനി ഹൈറ്റ് കൂട്ടിയ പ്രശ്നം. ഗൈസ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ
നമ്മുടെ ബേസ് ഇത് ഇവിടെ നിന്ന് വരും ഗൈസ്, ആ സാധനം കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് വ്യൂ ഉണ്ട്. പക്ഷെ ഞാനൊന്ന് ഇതിൻ്റെ മേലേക്ക് കയറിയിട്ടാണ് നോക്കിയത്. ഇപ്പോൾ കുറച്ചും കൂടി കിടില വ്യൂ ആയിരുന്നു. പക്ഷെ ഇനി മേലെ കയറാൻ പറ്റില്ല, പറ്റുന്ന എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇപ്പം തന്നെ കുറച്ച് പവറായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിനി പോയി ഉറങ്ങാം. ഇതെന്ത് വീടി വെള്ളം കാലി കയറുന്നവിടെ എൻ്റെ മുമ്പിൽ വന്ന് പൊട്ടിട്ടുണ്ട്. പക്ഷെ ഓടിക്കളഞ്ഞ ഓടല്ലടാ ഗൈസ്, ഈ പ്രശ്നം ചെയ്യും. ഒരു ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഒരു ചിക്കൻ കുറേറ്റാണുള്ളത് സംഭവം. നമുക്ക് നേരെ പോയി ഉറങ്ങാം. മിക്സറൊന്നും ഉണ്ടാക്കില്ലെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പം ഈ വേൾഡ് ടീമായിട്ടൊക്കെ കളിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഓഫ് ബോട്ടൊക്കെ കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കളിച്ചാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇവിടെ മേലേക്ക് ഞാൻ സെറ്റപ്പ് ഉണ്ടായിട്ടുണ്ട്. മേലെ കയറാൻ പറ്റും. അത് അപ്പുറത്തെ സൈഡ് തന്നെയാണ്. ഈ ഒരു സൈഡിൽ തന്നെ നമുക്ക് മേലെ കയറാൻ പറ്റുന്നത്. ഫുള്ള് പൊട്ടിച്ച് മാറ്റിയതാണ് ഈ സൈഡ് മൊത്തത്തേക്ക്. ഇപ്പോൾ അധികം രസമൊന്നുമില്ല. പൊളായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ പറ്റുകയാണ് കഴിച്ചു. അവിടെ എന്തോ ജീവി കിടക്കരുത് സ്കീപ്പർ കണ്ടായിട്ട്. പക്ഷേ അതവിടെ നമ്മളൊരു ഡോർ വെച്ച് കൈസ്. ഇപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തുണ്ട്. പിന്നെ കൈസ് ഈ റൂം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ പേര് ഈ ഒരു സാധനം വെച്ച് നമ്മൾ സംഭവം ഏതെന്നാണ് ഈ ഒരു ബോർഡ് വെച്ചിട്ട് നിങ്ങൾ നെയിം ആകുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ബോർഡ് നെയിം കമൻറ്റ് ചെയ്യുക കൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ആ സംഭവം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് വരുമ്പോൾ ബൈ.